പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2005 റിലീസായിട്ടുള്ള മലയാള ചിത്രമാണ് രാജമാണിക്യം. രാജമാണിക്യം എന്ന സിനിമയിൽ നമ്മുടെ മമ്മൂക്കയുടെ ഇൻട്രോ സീനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സീനാണെന്ന് നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അതേ സിനിമയിൽ തന്നെ മറ്റൊരു സീനാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. രഞ്ജിത്ത് ആക്ടർ നയം. ഓ മനോജ് കെ ജയൻ. കോമഡി ആക്ഷനൊക്കെ നിറഞ്ഞ ആ ക്യാരക്ടർ. കോട്ടയം കുഞ്ഞിന്റെ ആർത്തമ്മയിലുള്ള അപ്പിയറൻസ്. അയാൾക്ക് കള്ളും പെണ്ണും കൊടുത്ത് കൂടെ കൂടി അവസാനം അങ്ങേരെ മുറിയിൽ കടച്ച് കഴുത്തിൽ കത്തി വെച്ച് പറഞ്ഞു, എഴുതടാ നായിന്റെ മോനെ വിൽപ്പത്ത് വന്നു. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അതിനവൻ കുടുംബ വക്കീലിനെ കൂട്ടുപിടിച്ചു. സെൽവ, ഇപ്പോഴത്തെ കാലത്ത് കള്ളന്മാർക്കൊക്കെ ദീർഘവീക്ഷണം കൂടുതലാ. ഏത് കള്ളനും കീറുന്ന ഒരു വാഹനം ഉണ്ട് നാട്ടില്, ഒരു 4 വീലർ. ഓ പോലീസ് ജീപ്പ്. ഓ വിലങ്ങിട്ടു. റഹ്മാൻ, ബാബുരാജ്, ഭീമൻ രഘു. പെട്രോൾ തീർന്നു. എവിടെടാ ബെല്ലാരി രാജ? കാര്യം പറഞ്ഞാലേ നീയൊക്കെ ഈ പേടത്തിൽ നിന്ന് ഇറങ്ങും. കാര്യങ്ങൾ പറഞ്ഞാലും ഇറങ്ങും, കാര്യങ്ങൾ പറയാനും ഇറങ്ങും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിന് വേറൊരു വഴിക്ക് പോവേ. തൽക്കാലം നീ ആ വഴിയൊന്ന് മാറ്റി പിടിച്ചേ. ഇപ്പോ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. ഏത് സ്റ്റേഷനാണ് സാറേ? റെയിൽവേ സ്റ്റേഷനാ അതാ പോലീസ് സ്റ്റേഷൻ? അല്ല, റേഡിയോ സ്റ്റേഷൻ. ഇങ്ങോട്ട് ആയിരുന്നില്ലേ? റഹ്മാൻ. എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഒരു ഡീറ്റെയിൽസും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ ഇതൊക്കെ പറയാൻ നീ ആരാണ്? ഇദ്ദേഹത്തിന്റെ മാനേജർ. അത് കൊള്ളാം. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. പോലീസിന്റെ മുഖത്ത് നോക്കി വിരലോട്ട് സംസാരിക്കുന്നു. അടിക്കല്ലേ സാറേ, അടിക്കല്ലേ. എന്തൊരു സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടിയിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ. മേലെ എന്നോട് ചോദിക്കാൻ സാറിനോട് ഇംഗ്ലീഷ് പറഞ്ഞാലുണ്ടല്ലേ അമ്മച്ചാണ് തട്ടുവാൻ പിടിപ്പിച്ച് ഓടാ. 500 രൂപ. ഓ നൃത്തക്കും കണ്ടപ്പോഴേ എനിക്ക് സംഗതി കത്തിയട്ട. എന്ത് ആരെയും പറഞ്ഞു രാജ്യന്തരായാലും കൂലിയാണല്ലോ പ്രധാനം. ഇത് ഞങ്ങൾ വാദ്യച്ചുടക്കാട് ഒരു രീതിയാണ് ഏട്ട. കുത്തി കച്ചവടം ഉറപ്പിക്കില്ല. 500 വേണ്ടു. ഓ പണം കൊടുക്കണേന് അവിടെ വെച്ച് തന്നെ പണി കൊടുക്കണത് കണ്ണം തിരിവരുന്നു. എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ട. ഒന്നിലും സാർ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടിരും. എന്തായാലും മാനിക്കണം. അതുകൊണ്ട് സാറേ നമുക്ക് പോവാം. വർക്കിച്ച വണ്ടി അടിക്കും. ഇതിലല്ല, അതില്. അല്ല, പിന്നെ മുട തുടങ്ങി. അതിലല്ല സാറേ, ഇതില്. നല്ല 1 നമ്പർ വണ്ടിയാണ്. ലക്ഷങ്ങൾ തോനെ എണ്ണി കൊടുത്ത് വാങ്ങിച്ചാണ് സാറുടെ കാര്യം. നമുക്ക് നല്ല കിട്ടിയ AC എല്ലായിട്ട് കുളിരൊക്കെ കൊണ്ട് പാട്ടുകളൊക്കെ ആയിട്ട് പൊളപ്പനായിട്ട് പോവാം. വർക്കിച്ച നമ്മുടെ വണ്ടിയിലെ നെഞ്ചിനുള്ളിൽ അല്ലാതെ കഴിവേറിയുടെ മോനെ നിന്നെ പോലൊരു പരമകള്ളനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തമിഴ്നാട് സർക്കാരിന്റെ പോലീസ് ജീപ്പൊക്കെ സെൻട്രലൈസ് രജിസ്റ്റർ വരണം. നിന്നെ ഈ സർക്കാർ ഈ വണ്ടിയെ തന്നെ കൊണ്ടുപോകാ. വലത്താട്ട് നിക്കടാ. ആ ഓ ഞാൻ നിന്നോട് വരണമെങ്കിൽ ആ കിടതാപ്പുകളെല്ലായിടത്തും എന്റെ വീടിന്റെ നടന്ന് ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങണം. ഇപ്പൊ ഞാൻ ഇറങ്ങിയത് വേറൊരു വഴിക്കാണ്. ഈ ബെല്ലാരി രാജ ഒരു വഴിക്ക് തിരിവിച്ച ആ വഴിക്ക് എന്നെ പോകും. അതാണ് മസിലും പെരുപ്പിച്ച്
കള്ളനും പോലീസും കളിക്കാറിഞ്ഞിരിക്കുക. അടിപൊളി ട്ടോ. നല്ല സൂപ്പർ സീനാണ് കണ്ടത്. രാജമാണിക്കം എന്ന മൂവിയിലെ മമ്മൂക്കയുടെ നല്ലൊരു കിഡിലൻ സൂപ്പർ സീനാണ്. നമ്മളെ ബാബുരാജുമായിട്ടുള്ളൊരു സീനാണ് നമ്മൾ കണ്ടത്. കിഡിലൻ സൂപ്പർ സീനായിരുന്നു. 2005 സിനിമ റിലീസായിട്ടുള്ളത്. സിനിമയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 2 കോടി രൂപയായിരുന്നു. അന്നത്തെ ഏറ്റവും കൂടിയ കളക്ഷനായിട്ടുള്ള 25 കോടി കിട്ടിയിട്ടുള്ള ഒരു പടം കൂടിയാണ്. അതായത് അന്നേ വരെ ഉള്ള സകല കളക്ഷനും മറികടന്നിട്ട് ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ 250 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ, അതായത് 25 കോടി എന്നത് അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു കണക്കായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ രാജമാണിക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി. അപ്പോൾ എന്തായാലും അൻവർ റഷീദാണ് ഇതിൻ്റെ സംവിധായകൻ. അതുപോലെ തിരക്കഥ രചിച്ചിട്ടുള്ള ടി എ ഷാഹിദാണ്. അൻവർ റഷീദിൻ്റെ ആദ്യ സംവിധാന ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രം. സൂപ്പർ ഹിറ്റ് ഫിലിമായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ, ഒരു വെറൈറ്റി ഒരു ക്യാരക്ടർ, തിരുവനന്തപുരം സ്ലാങ് പറയുന്ന ക്യാരക്ടർ. എന്തായാലും വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.